കാർട്ടൂണിസ്റ്റ് പി.കെ. മന്ത്രിയുടെ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ കാർട്ടൂണുകളുടെ ഒരു മാസം നീണ്ടുനിൽക്കുന്ന പ്രദർശനം കായംകുളത്തെ കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയം ഗാലറിയിൽ ആരംഭിച്ചു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കാർട്ടൂണിസ്റ്റ് പി.കെ. മന്ത്രിയുടെ തെരഞ്ഞെടുത്ത രാഷ്ട്രീയ കാർട്ടൂണുകളുടെ ഒരു മാസം നീണ്ടുനിൽക്കുന്ന പ്രദർശനം കായംകുളത്ത് തുടങ്ങി. കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയം ഗാലറിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അധികാര കേന്ദ്രങ്ങളെ നിശിതമായി വിമർശിക്കുന്ന വരകളായിരുന്നു പി.കെ. മന്ത്രിയുടേത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നിട്ടും ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങളെ നിശിതമായി വിമർശിക്കാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചിരുന്നില്ല. സസ്പെൻഷൻ പോലുള്ള നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കലയോടുള്ള തൻ്റെ സത്യസന്ധതയിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല. കാർട്ടൂണിസ്റ്റ് കൂടിയായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞത്, ഇന്ത്യൻ ഇങ്കിനോടൊപ്പം ആസിഡിലും മുക്കിയ ബ്രഷ് കൊണ്ടാണ് മന്ത്രി വരച്ചതെന്നാണ്. അദ്ദേഹത്തിൻ്റെ വരകൾ അത്രമേൽ അധികാരികളെ പൊള്ളിക്കുന്നതായിരുന്നു. അടിയന്തരാവസ്ഥ കറുത്ത ദിനങ്ങളിൽ പത്രസ്വാതന്ത്ര്യത്തിന് മേൽ കരിവാരി തേച്ചതിനെതിരെ കറുത്ത മഷി പേപ്പറിൽ കോരിയൊഴിച്ച് അദ്ദേഹം നടത്തിയ പ്രതിഷേധം മലയാള പത്രപ്രവർത്തന ചരിത്രത്തിലെ സമാനതയില്ലാത്ത അധ്യായമാണ്. പാച്ചുവും ഗോപാലനും മിസ്റ്റർ കുഞ്ചു തുടങ്ങിയ കഥാപാത്രങ്ങളുടെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നർമ്മവും വേദനയും ഒരേപോലെ പകർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. കാർട്ടൂണുകൾ കേവലം വിനോദ ഉപാധിയല്ല, മറിച്ച് സമൂഹത്തെ തിരുത്താനുള്ള മൂർച്ചയുള്ള ആയുധമാണെന്ന് തൻ്റെ വരകളിൽ അദ്ദേഹം തെളിയിച്ചു. നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരും ഇത് കാണേണ്ടതിൻ്റെ ആവശ്യകതയും, ഒരു സമയം പോലും കാർട്ടൂണുകൾ മറഞ്ഞു പോകുന്നില്ല. കാർട്ടൂണുകൾ എന്നും സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലളിത് കലാ അക്കാദമി ഇത്തരത്തിൽ ഈയൊരു എക്സിബിഷനും അതേപോലെ തന്നെ മന്ത്രിയുടെ കാർട്ടൂണുകൾ ഏറ്റുവാങ്ങുന്നതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വെച്ച ഒരു ആശയം ശരിയാണ്. എത്ര വലിയ കോംപ്ലക്സ് ഇഷ്യൂ ആയാലും ഒരു കാർട്ടൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് സാമൂഹിക തലങ്ങളിൽ എന്നും ഒരു ഡിസ്കോഴ്സിനെ അല്ലെങ്കിൽ അത് പ്രതിദാനം ചെയ്യുന്ന തലങ്ങളിലോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് തന്നെയാണ് നമുക്കിന്ന് കാണുന്ന മന്ത്രിയുടെ കാർട്ടൂണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഏറെയുണ്ട്. ഇപ്പോഴത്തെ മന്ത്രിമാർ കാലം കഴിയുമ്പോൾ മുൻ മന്ത്രിമാരുമാകും. എന്നാൽ എക്കാലത്തും മന്ത്രിയായി ഒരേ ഒരാളേ ഉള്ളൂ. അത് കാർട്ടൂണിസ്റ്റ് പി.കെ. മന്ത്രിയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള കാർട്ടൂൺ അക്കാദമി ചെയർപേഴ്സൺ സുധീർനാഥ് ആമുഖ പ്രഭാഷണം നടത്തി. കാർട്ടൂണിസ്റ്റ് പി.കെ. മന്ത്രിയുടെ കാർട്ടൂൺ സമാഹാരം മരുമകൾ അല്ലി സിനിലാൽ സാംസ്കാരിക മന്ത്രിക്ക് കൈമാറി. ചടങ്ങിൽ കായംകുളം എം.എൽ.എ. അഡ്വക്കേറ്റ് യു പ്രതിഭ, മാധ്യമ പ്രവർത്തകൻ കിരൺ ബാബു, ലളിതകലാ അക്കാദമി സെക്രട്ടറി ഇൻചാർജ് രാജി ആർ പിള്ള, കേരള കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി എ സതീഷ് എന്നിവർ പങ്കെടുത്തു. കേരള ലളിതകലാ അക്കാദമിയും കേരള കാർട്ടൂൺ അക്കാദമിയും ചേർന്നാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. സി.ഡി നെറ്റ് ന്യൂസ്, കായംകുളം.